വെൽക്കം ബാക്ക് ടു സുധീസ് Cookhouse. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള പാൽക്കോവയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പാൽക്കോവ തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ചുവട് കട്ടിയുള്ള ഒരു പാത്രം നമ്മൾ ചൂടാക്കുക. ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് 1 കപ്പ് പാലാണ്. അപ്പം വളരെ ചെറിയ എമൗണ്ടിലാണ് ഇപ്പം ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ പാലാണ്. 1 കപ്പ് പാൽ നമ്മൾ എടുക്കുകയാണ്. അപ്പം ഇതുകൊണ്ട് നമുക്കൊരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് പാൽക്കോവ തയ്യാറാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ പാൽ നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇനിയും കൂടുതൽ അളവിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 2 കപ്പ് പാലൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തേച്ചാലും മതിയാകും. അപ്പം നമ്മുടെ പാലിവിടെ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക. ഒരു തിളച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരത്തോളം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല കൊഴുപ്പുള്ള പാലാണെന്നുണ്ടെങ്കിൽ പാൽക്കോവയ്ക്ക് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് കിട്ടും. അടുത്തതായിട്ട് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 കപ്പിൻ്റെ 3/4 ഭാഗത്തോളമാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര നല്ല ലയിക്കുന്നിടം വരെ നമ്മൾ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തീ ഒന്ന് മീഡിയത്തിലാക്കിയിട്ടതിന് ശേഷം നമ്മളൊന്ന് ചെയ്ത് കൊടുത്താലും മതി. പഞ്ചസാരയൊക്കെ ലയിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ 1/2 കപ്പ് പാൽപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പാൽപ്പൊടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ 1 കപ്പ് പാലിന് 1/2 കപ്പ് പാൽപ്പൊടി എടുക്കുക. അപ്പം കറക്റ്റായിട്ട് ഈ അളവിൽ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുറുക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഈ പാൽപ്പൊടി നമ്മൾ നല്ലതായിട്ട് ഉടച്ച് ഇളക്കി കൊടുക്കുക. ഒട്ടും കട്ടിയായിട്ട് കിടക്കാതെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ പാൽക്കോവയ്ക്ക് അതിൻ്റെ കറക്റ്റ് ആ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ തീയൊന്ന് മീഡിയത്തിലാക്കി ഇടുക. കണ്ടിന്യൂസ് ഇളക്കിയില്ലെങ്കിൽ നമുക്കിത് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കുറച്ചൊന്ന് കുറുകി തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഇത്ര മാത്രം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനി ഈ ഒരു മിക്സറിനെ നമ്മൾ നല്ലതായിട്ട് വറ്റിച്ചെടുക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളൂ. വേറെ ഒരു കാര്യങ്ങളും നമുക്കിതിനകത്ത് ചെയ്യാനായിട്ടില്ല. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ സൈഡിലൊക്കെ ഇരിക്കുന്നതൊക്കെ ചേർത്തിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇപ്പം കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു പരുവമല്ല, ഇതിപ്പോഴും നമ്മുടെ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾക്ക് കുറേയും കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പാത്രത്തിൽ നിന്നിങ്ങനെ വിട്ട് വരുന്ന ഒരു പരുവത്തിലേക്ക് കിട്ടും. ഇപ്പോഴും കുറച്ചും കൂടെ ഒന്നായി വരാനായിട്ടുണ്ട്. നമ്മളിങ്ങനെ പാത്രമൊക്കെ കുലുക്കുമ്പോഴത്തേക്ക് ഒഴുകി പാത്രത്തിൽ കൂടെ നടക്കണം. അതാണ് നമ്മുടെ പാൽക്കോവയുടെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഈ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന രീതിയിലേക്ക് ഇത് വന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ ഒട്ടിപ്പിടിക്കുമായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ പാത്രത്തിൽ കൂടി ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു പരുവത്തിൽ കിട്ടും. ഇതാണ് ശരിക്കും പാൽക്കോവയുടെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഈ സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ചുമ്മാ ആക്കിയിരിക്കുകയാണ്. അപ്പം നമുക്കിത് വളരെ സോഫ്റ്റാണ്, അതുപോലെ തന്നെ വളരെ എന്താ പറയുക സ്വീറ്റും അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. നമ്മുടെ പാൽപ്പേടയുടെ ഒക്കെ ഒരു ടേസ്റ്റിൽ വരും. നമുക്കറിയാം പാൽപ്പേട നോർത്ത് ഇന്ത്യൻ ഒരു റെസിപ്പിയാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാൽക്കോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൗത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിത് തമിഴ്നാട്ടിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.